കരിയർ കെയറിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഏറ്റവും പുതിയ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, റോബോട്ടിക്സ് ഇവയെപ്പറ്റി. ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ അതിവേഗം പ്രവർത്തിക്കും, എത്ര നേരം വേണമെങ്കിലും തടർച്ചയില്ലാതെ പ്രവർത്തിക്കും. പഠിപ്പിച്ച കാര്യം അതുപോലെ ചെയ്യും, ഒരു തെറ്റും വരുത്തുകയില്ല. മനുഷ്യരാകുമ്പോൾ ഞാൻ മറന്നുപോയി, തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറയും. ആ തെറ്റില്ലാതെ എത്ര നേരം വേണമെങ്കിലും തുടർച്ചയായി പ്രവർത്തിക്കാൻ കമ്പ്യൂട്ടർക്ക് കഴിയും. പക്ഷേ ഒറിജിനലായിട്ട് ചിന്തിച്ച് ആ ബുദ്ധി പ്രയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ കമ്പ്യൂട്ടറിന് കഴിയുമോ എന്ന സംശയമുണ്ട്. ആ സംശയത്തെ പരിഹരിച്ചുകൊണ്ട് പല കാര്യങ്ങളിലും മനുഷ്യനെ പോലെ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള കഴിവുകൾ ആർജിക്കാൻ കമ്പ്യൂട്ടറിന് കഴിയും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ തടസ്സയില്ലാതെ നിരന്തരം പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ മനുഷ്യനേക്കാളും ബുദ്ധിയുള്ള യന്ത്രങ്ങൾ ഉണ്ടാകുമോ എന്ന് വരെ സംശയം നിലവിലുണ്ട്. അതിരിക്കട്ടെ, നമുക്ക് എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എന്താണിതിൻ്റെ ഫലങ്ങൾ, എന്താണിതിൻ്റെ ശാഖകൾ, ലളിതമായിട്ട് ചില കാര്യങ്ങൾ മാത്രം നമുക്കിത് സംസാരിക്കാം. നാം പഠിപ്പിച്ച കാര്യങ്ങൾ തെറ്റില്ലാതെ തളരാതെ ആവർത്തി ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. കമ്പ്യൂട്ടർ സ്വയം ചിന്തിക്കാൻ കഴിവില്ല എന്ന് ഞാൻ പറഞ്ഞു. അറിവുകൾ മനുഷ്യരെ പോലെ ബുദ്ധി പ്രയോഗിച്ച് യുക്തമായ രീതിയിൽ തിരഞ്ഞെടുത്ത് പ്രയോഗിക്കാൻ കഴിവില്ല എന്ന് പറഞ്ഞു. ആ കഴിവുകളൊക്കെ ശീലിപ്പിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചുമതല. അതിൽ എക്സ്പേർട്ട് സിസ്റ്റംസ് പറയും. എക്സ്പേർട്ട് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അനുകരിച്ച് ബുദ്ധിപൂർവമായി പെരുമാറാൻ കഴിയും. എക്സ്പേർട്ട് സിസ്റ്റത്തിൽ പഠിക്കാൻ പറ്റും, വിശദീകരിക്കാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും, വിദഗ്ധ ഉപദേശം നൽകാൻ പറ്റും. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ മെഷീൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചെയ്യാൻ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുണ്ട്. ഇതുമായിട്ട് അടുത്താണ് ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയും. ഈ മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക പ്രോഗ്രാം നമ്മൾ ഉണ്ടാക്കേണ്ട. ഇപ്പോൾ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ആവശ്യമില്ല. അതില്ലാതെ തന്നെ പ്രവർത്തിക്കുകയും പലത് പ്രവചിക്കുകയും ചെയ്യും. ഇത് തരത്തിലാണെന്ന് പ്രവചിക്കാൻ സാധിക്കും. അത് മെഡിക്കൽ ഡയഗ്നോസിസ്, രോഗനിർണയത്തിൽ സഹായിക്കാൻ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. നമുക്കറിയാം, സെൽഫ് ഡ്രൈവിംഗ് കാർ പാശ്ചാത്യ രാജ്യങ്ങളിൽ സാധാരണമായി കഴിഞ്ഞു. ഡ്രൈവറില്ലാത്ത കാറാണ്. അപ്പോൾ കാറിങ്ങനെ പോകുമ്പോൾ ട്രാഫിക്കിൽ എത്രയോ വ്യത്യസ്ത സാഹചര്യങ്ങളുള്ളതാകാം. ഒരു വണ്ടി വഴി തെറ്റി വരുന്നു, നമ്മളെ വെറുതെ തെറ്റായിട്ട് ഓവർടേക്ക് ചെയ്യുന്നു, പെട്ടെന്നൊരു അപകടം മുന്നിലുണ്ടാകുന്നു. അങ്ങനെ എത്രയെത്ര സാധ്യതകളുണ്ട്. ഓരോ സാധ്യതകളിലും എങ്ങനെ ഈ കാറ് ഓടണം എന്നുള്ള തീരുമാനിക്കുക എന്ന് പറയുന്നത്, അതിനെ പഠിപ്പിക്കുന്നത് വളരെ ക്ലേശകരമായ കാര്യമാണ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് കൊണ്ട് ഒക്കെ സാധ്യമാക്കുന്നു. ഇത് നാളത്തെ ശാസ്ത്രമാണെന്ന് പറയാറുണ്ട്. ഇന്നത്തെ ശാസ്ത്രമായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സാധാരണ കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലാതെ അതിനേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ സാങ്കേതികമായി പഠിച്ച് യോഗ്യത നേടിയവർക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ ഹ്യൂമൻ ഇൻ്റലിജൻസ് മെഷീനുകൾ എന്ന് പറയും. ഈ ഹ്യൂമൻ ഇൻ്റലിജൻസ് മെഷീനുകൾ എന്ന് പറയുമ്പോൾ അത് ആശയങ്ങൾ ഗ്രഹിക്കാനും കഴിവുണ്ടാകും, സ്വയം ചിന്തിച്ച് തീരുമാനം എടുക്കാനും കഴിയും. ഹ്യൂമൻ ഇൻ്റലിജൻസ് മെഷീൻസാണ്. നമ്മൾ എക്സ്പെർട്ട് സിസ്റ്റംസ് പറഞ്ഞു. എക്സ്പെർട്ട് സിസ്റ്റംസ് പറയുമ്പോൾ മനുഷ്യനെ അനുകരിച്ച് ബുദ്ധിപൂർവമായി പെരുമാറാനും പഠിക്കാനും വിദഗ്ധ ഉപദേശം നൽകാനും ഒക്കെ കഴിയുന്നതാണ് അത്. പക്ഷേ ഹ്യൂമൻ ഇൻ്റലിജൻസ് മെഷീൻ എന്ന് പറയുമ്പോൾ ആശയങ്ങൾ ഗ്രഹിക്കാൻ പറ്റും, സ്വയം ചിന്തിക്കാൻ പറ്റും, തീരുമാനങ്ങൾ എത്താനും കഴിയും. അത്തരം കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളാണ്. ഇതെവിടെ പഠിക്കാം? സാധാരണഗതിയിൽ ഒരു ബിടെക് ലെവലിലും അതിന് മുകളിലുമാണ്. ഇപ്പോൾ നമ്മൾ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുമ്പോൾ അതിനകത്ത് ഇത് വരും, തീർച്ചയായിട്ടും വരും. ബിടെക് പ്രോഗ്രാമുകൾ ഇത് വരുന്നുണ്ട്. പക്ഷേ വിശേഷമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കണമെങ്കിൽ അതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് തന്നെ പഠിക്കേണ്ടി വരും. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിനാണ് ബിടെക് പ്രോഗ്രാം, സ്റ്റാൻഡേർഡ് പ്രോഗ്രാമുണ്ട്. 4 വർഷത്തെ പ്രോഗ്രാമാണ്. +2 കഴിഞ്ഞവർക്ക്, +2 മാത്സ് ഫിസിക്സ് കെമിസ്ട്രി പഠിക്കുന്നവർക്കുള്ള പ്രോഗ്രാമാണത്. അതിനകത്ത് ഇതിൻ്റെ അംശങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എങ്കിലും നമുക്ക് എവിടെയൊക്കെ പഠിക്കാം? ഇപ്പോൾ കേരളത്തിൽ ഈ എൻട്രൻസ് വഴി ബിടെക് പരീക്ഷയിൽ വെറും കമ്പ്യൂട്ടർ സയൻസ് അല്ലാതെ ഈ വിഷയത്തിൽ സ്പെഷ്യലൈസേഷനുള്ള ബിടെക് ആരംഭിച്ചിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ.
അതുകൂടെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, അവിടെ MSc ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് പ്രോഗ്രാമുണ്ട്. IIIT ബംഗളൂരു IIIT, അവിടെ PG ഡിപ്ലോമ ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഉണ്ട്. IIT ബോംബെ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൽക്കട്ട, യൂണിവേഴ്സിറ്റി പെട്രോളിയം എനർജി സ്റ്റഡീസ് ഡെഹ്റാഡൂൺ, ഇവിടെയൊക്കെ MSc ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിൽ. ഈ MSc കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നല്ല അംശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇനി അടുത്ത വഴി റോബോട്ടിക്സാണ്. ഈ റോബോട്ടിക്സ് എന്ന് പറയുന്നത് ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട വിഷയമാണ്. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലതാണ്. അപ്പോൾ യന്ത്രമനുഷ്യൻ എന്ന് പറയും. മനുഷ്യനെ പോലെയൊന്നും ഇരിക്കുകയില്ല, നിർബന്ധവുമില്ല. അപ്പോൾ ഇത് തുടങ്ങിയത് പണ്ട് ഈ ജാപ്പനീസ് മോട്ടോർ കാർ ഇൻഡസ്ട്രി ഉണ്ട്. അവിടെ നമ്മൾ ഈ ഒരുപാട് ചൂടുള്ള അന്തരീക്ഷം, ഇപ്പോൾ സ്റ്റീലിൽ ഉണ്ടാക്കുന്ന ഉരുക്കുണ്ടാക്കുന്ന ഫാക്ടറികളിലൊക്കെ വലിയ ചൂടുള്ള അന്തരീക്ഷം ഉണ്ടാകാം. അതേപോലെ തന്നെ വികിരണങ്ങൾ, റേഡിയേഷൻ, ന്യൂക്ലിയർ റേഡിയേഷൻ, മനുഷ്യന് അപകടകരമായ റേഡിയേഷൻ ഉണ്ട്. അവിടെയൊക്കെ പ്രവർത്തിക്കാൻ ഈ റോബോട്ടുകൾക്ക് കഴിയും. റോബോട്ടുകൾ പ്രശ്നമില്ല, റോബോട്ടുകൾക്ക് ക്ഷീണമില്ല, വിശപ്പില്ല, വിയർപ്പില്ല, ഒന്നുമില്ല. അതിന് ടോയ്ലറ്റിൽ പോകേണ്ട ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാൻ സാധിക്കും. അതിനെ പ്രോഗ്രാം എന്ത് പഠിപ്പിക്കുന്നു അത് തെറ്റില്ലാതെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള റോബോട്ടിക്സ്. അപ്പോൾ പഠിപ്പിച്ച കാര്യം കടുകിട മാറാതെ ആവർത്തിക്കാനായിട്ട് കഴിവുണ്ട്. കൊടിയ ചൂട്, അപായകരമായ വികിരണങ്ങൾ, ഇതൊക്കെ താങ്ങാൻ കഴിയും. അതിന് പല വ്യവസായങ്ങളിൽ പ്രയോഗമുണ്ട്. ആയുധങ്ങൾ, പണിക്കോപ്പുകൾ, വിശേഷ ഉപയുക്തികൾ, ഇതൊക്കെ ഇതുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ചലിപ്പിക്കാം. ആ നിർമ്മാണ ഫാക്ടറികൾ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് റോബോട്ടിക്സുമായിട്ട്? ഡിസൈൻ, അതിന് രൂപകൽപ്പന, നിർമ്മാണം, ഉപയോഗം, സംരക്ഷണം എന്ന് പറയുമ്പോൾ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, പരിപാലനം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസൈൻ, മാനുഫാക്ചർ, യൂട്ടിലൈസേഷൻ, പ്രൊട്ടക്ഷൻ, ഇതൊക്കെ വരും. എവിടെയൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഇവർക്ക് പണിയുണ്ട്. റോബോട്ടിക്സ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക്സ് റിസർച്ച് സയൻറ്റിസ്റ്റ് ഉണ്ട്. എന്നും ഗവേഷണമാണിത്. അത്യാധുനിക ഗവേഷണം നടക്കുന്ന വലിയ രംഗങ്ങളാണ് ഇത് രണ്ടും. ഡേറ്റ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI സേഫ്റ്റി എഞ്ചിനീയർ, റോബോട്ട് ടെക്നീഷ്യൻ. ഇപ്പോൾ നമുക്കറിയാം വീടുകളിലും കടകളിലും ഒക്കെ ചില റോബോട്ടുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. നമ്മുടെ വീട് വൃത്തിയാക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേക നിർദ്ദേശിച്ച ജോലി അതുപോലെ ചെയ്യാനുള്ള റോബോട്ടുകളുണ്ട്. ഈ റോബോട്ടുകൾ നമ്മുടെ വീട്ടിലും ഓഫീസിലും ഷോപ്പിലും ഒക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് ടെക്നിക്കൽ ജോലി ഉണ്ടാകും. പുതിയ ജോലി മേഖലകളാണ്. നമ്മൾ പറയുമല്ലോ 10 കൊല്ലം കഴിഞ്ഞുണ്ടാകുന്ന ജോലി ഇന്നത്തെ ജോലിയൊന്നും ആയിരിക്കില്ല എന്ന് പറയും. കാരണം ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുരോഗതി കൊണ്ട് വരുന്നതാണ്. അതുപോലെ റോബോട്ട് വരുമ്പോഴത്തേക്കും അതിന് ജോലികൾ ഉണ്ടാകും. ഇതെവിടെ പഠിക്കാം? നേരത്തെ പറഞ്ഞ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ ഇപ്പോൾ ഇവൻ്റെ BTech പ്രോഗ്രാംസ്, അതിൽ റോബോട്ടിക്സ് സ്പെഷ്യലൈസേഷനുള്ള പ്രോഗ്രാംസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ 55 തരത്തിലുള്ള BTech പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ ഈ റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെട്ട സ്പെഷ്യലൈസേഷനുള്ള BTechും ഉണ്ട്. പക്ഷേ കാര്യമായിട്ട് വരുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവലിലാണ്. ഇപ്പോൾ MS യൂണിവേഴ്സിറ്റി വഡോദര, അവിടെ MTech ഇൻ ഓട്ടോമാറ്റിക് കൺട്രോൾ ആൻഡ് റോബോട്ടിക്സ് ഉണ്ട്. IIIT അലഹബാദിൽ MTech ഇൻ റോബോട്ടിക്സ് ഉണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, ഒസ്മാനി യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, ഇവിടെയൊക്കെ ME ഇൻ ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക്സ് ഉണ്ട്. ക്യുസാറ്റ്, നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, അവിടെ MSc ഇൻ ഇലക്ട്രോണിക്സ് വിത്ത് സ്പെഷ്യലൈസേഷൻ റോബോട്ടിക്സ് ഉണ്ട്. MSc ഇൻ ഇലക്ട്രോണിക്സ് ആണ്, സ്പെഷ്യലൈസേഷൻ റോബോട്ടിക്സ് ഉണ്ട്. പിന്നെ റിസർച്ച് ഇൻ റോബോട്ടിക്സ് ഉണ്ട്. ഇത് ഗവേഷണ താല്പര്യമുള്ളവർക്ക് PhD ലെവൽ പഠിത്തമാണ്. അതിന് ബീസ് പിലാനി ഉണ്ട്, മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഉണ്ട്, IIT ബോംബെ ഉണ്ട്, IIT കാൺപൂർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ആധുനികമായ ഒരു സാങ്കേതിക മേഖലയെ പറ്റിയാണ് സംസാരിച്ചത്. ഇവിടെ കടന്നു വരുന്നവർക്ക് വരും വർഷങ്ങളിൽ വളരെ ആകർഷകമായ ധാരാളം ജോലി സാധ്യതകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ BTech പഠിക്കാൻ പോകുന്നു, കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുന്നു, ശരിയാണ്. പഠിക്കുമ്പോൾ ഈ തരം സ്പെഷ്യലൈസേഷൻ ആകുമ്പോഴത്തേക്കും ധാരാളം ജോലി സാധ്യത വരും കാലത്തിൽ ഉണ്ടാകും, സംശയമില്ല.